എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് കുറച്ച് മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് കുറച്ച് കൃഷിയിലേക്ക് കിടക്കാം. നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് മഴയൊക്കെ വന്നപ്പോഴത്തേനും എല്ലാം നശിച്ചു പോയി. ഇനി രണ്ടാമത് മഴയ്ക്ക് മുമ്പായിട്ട് നമുക്ക് വേഗം കുറച്ച് പച്ചക്കറിയൊക്കെ നടാമെന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ പശുവിനെ കെട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അതാണ് കുറച്ച് ഭാഗം പുല്ലൊന്നും പിടിക്കാണ്ട് കിടക്കുന്നത്. ഇപ്പോൾ അവിടെ കെട്ടാറില്ല. അപ്പം ഞാൻ എൻ്റെ രാവിലത്തെ അടുക്കളയിലെ പണിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ കുറച്ച് ബക്കറ്റൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ, ആ ബക്കറ്റിലൊക്കെ നേരത്തെ പച്ചക്കറി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതെല്ലാം മാറ്റി നമുക്ക് പുതിയത് നടാം. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ചീര നട്ടാലോ എന്നിങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പം അവിടെ നമ്മളത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ ഓരോ ബക്കറ്റിൽ വഴുതന തൈയായിരുന്നേ. വഴുതന അധികം ഞാനങ്ങോട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് പുഴുവൊക്കെ കയറി അധികം അങ്ങോട്ട് നമുക്ക് അത്ര നല്ല ഇത് വന്നില്ല, വിളവ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി, ആ ബക്കറ്റിലെ സാധനം മുഴുവൻ ഒഴിവാക്കിയിട്ട് നമ്മൾ അത് പുതിയത് നടാമെന്ന് ഓർത്തു. ഇനി ബക്കറ്റിൽ കുറച്ച് നട്ടിട്ട് ബക്കറ്റ് കുറച്ചധികം നമുക്ക് ഇതിപ്പം പെയിൻറ്റിൻ്റെ പഴയ ബക്കറ്റ് നമുക്കിവിടെ സിനിമയുടെ ചെറിയ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, 2018 ഷൂട്ടിങ് നടന്നപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ബക്കറ്റ് കിട്ടിയത് കേട്ടോ. പൈസ കൊടുത്ത് മേടിച്ചതാണ്, ഫ്രീ അല്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആ ബക്കറ്റിൽ ഞങ്ങൾ നടുന്നില്ല. കുറച്ച് ബക്കറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് ചാണകമൊക്കെ അതിൻ്റെ അകത്ത് കോരി വെച്ച് നമ്മൾ വീട്ടിൽ സ്റ്റോക്ക് ചെയ്യുന്നില്ല, മുഴുവൻ നമ്മുടെ പറമ്പിലേക്ക് ചാണകം കൊണ്ട് ഇടാമെന്ന് ഓർത്താണ്. അപ്പോൾ നമുക്ക് പറമ്പിലൊക്കെ വളമാവുമല്ലോ. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇതേ പുല്ലൊക്കെ ചെത്താൻ തുടങ്ങി. ഈ പുല്ല് ഞങ്ങളുടെ പശുവിന് ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെ കിളുത്ത് വന്നാൽ കേട്ടോ. ഇപ്പം നമ്മുടെ ഈ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ പുല്ല് ഇഷ്ടം പോലെ വഴി സൈഡിലൊക്കെ കാണാം. ഇഷ്ടം പോലെ ഇതുപോലത്തെ പുല്ലുണ്ട്. അപ്പോൾ അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പുല്ല്. ഇത് 2 ടൈപ്പ് ഉണ്ട്, കാണുമ്പോൾ ഒരുപോലൊക്കെ തോന്നും. അപ്പോൾ ഈ പുല്ല് അവൾ കഴിക്കുന്നതാണ്. അങ്ങനെ ആ പുല്ല് കളയുണ്ടല്ലോ, എന്തായാലും പറിച്ച് കളയാണ് ചൂടെ. അപ്പോൾ അത് കാരണം ഞാനത് മുഴുവൻ ചെത്തിയെടുക്കുകയാണ് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു ക്ലീനിങ് തുടങ്ങി. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വാ കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് ആ പുല്ലെല്ലാം കൂടെ കൂട്ടി, കുറച്ച് പുല്ലേ കിട്ടിയുള്ളൂ കേട്ടോ, അത്ര കിട്ടിയതായി. അപ്പോൾ പുല്ല് ഇഷ്ടം പോലെ ഇപ്പോൾ ഉണ്ട്, മഴ പെയ്താൽ ഇഷ്ടം പോലെ പുല്ലുണ്ട്. എന്നാലും പുല്ല് കാണുമ്പോൾ പശുവിന് കൊടുക്കും, വെറുതെ കളയണ്ടല്ലോ. അങ്ങനെ ഞാൻ ആ പുല്ലുമായിട്ട് നമ്മുടെ പറമ്പിൽ അമ്പിളിയും നന്ദിനിയും, ഞാൻ ആ ഷോർട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 പശുവിൻ്റെ കാര്യം. അപ്പോൾ അമ്പിളിക്കും നന്ദിനിക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാണ് നന്ദിനി, ഇത് കുഞ്ഞു കിടാവാട്ടോ. അപ്പോൾ അവൾക്ക് ഞാൻ കൊടുക്കുവാണ്. പുല്ല് കിടപ്പുണ്ട്, എന്നാലും പുല്ല് ഞാൻ കൊടുത്തതേ ഉള്ളൂ, വെറുതെ വെട്ടിയപ്പോൾ അത് വെറുതെ കൊണ്ട് കളയണ്ടല്ലോ. അവൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇത് കണ്ടില്ലേ, താലോലിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഭയങ്കര ഇണക്കം കേട്ടോ. 2 പശു, അതെ 2 പശുവിനും ഭയങ്കര ഇണക്കം. ഇവൾക്ക് ഭയങ്കര കുസൃതി കൂടുതലാണ്, കാരണം ഭയങ്കര ഓട്ടവും ചാട്ടമൊക്കെ ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഇവളെ അങ്ങനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഓടി നടക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അടുത്തത് അമ്പിളിയുടെ അടുത്തേക്ക് പോവുകയാണ്. അവളും വെയിറ്റ് ചെയ്തിരിക്കുക. അവൾക്ക് കുറേ പുല്ല് അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ. അവളിങ്ങനെ 2 പേരും അതെ പുല്ല് വേറെ 2 ടൈപ്പ് പുല്ല്, നമ്മുടെ പശുവിന് കൊടുക്കുന്ന പുല്ലുണ്ടല്ലോ, നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ആ പുല്ല് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ല, നിറച്ച് പുല്ല് അവിടെ താഴെ കിടക്കുന്നുണ്ടോ. അത് ഇവർ 2 പേരും കൂടുതൽ പുല്ല് കൊടുക്കുന്നുണ്ടാണോ എന്നറിയത്തില്ല, ചവിട്ടി കൂട്ടി മുഴുവൻ കൊണ്ട് കളയും. അപ്പോൾ അത് കൊണ്ടുപോയിട്ടപ്പോഴത്തേനും അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവളും ഭയങ്കര എന്താ പറയണേ, ഇണക്കാണ്. അങ്ങനെ ഒരു ബഹളോ ഒന്നുമില്ല, ഭയങ്കര ഇണക്കാണ് നമ്മളുമായിട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പണിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പുല്ല് മുഴുവൻ ഞാൻ പറിച്ചു കേട്ടോ, ചുവടെ വേരോടെ പറിച്ചെടുത്തു. പിന്നെ അവിടെ നിറച്ച് കരിയില, അവിടെ 2 തേക്ക് നിൽക്കുന്നതുകൊണ്ട് നിറച്ച് കരിയില. നമുക്ക് തൂത്ത് കളയാൻ എളുപ്പമാണ്, ആ വടി വെച്ച് തൂക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ.
എല്ലാം കഴിഞ്ഞ് അത് തടമെടുത്ത് എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് തരുവാണ് ചേട്ടൻ. അപ്പോൾ അത് തടം എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് മണ്ണ് ഇളക്കി നന്നായിട്ട് തടമെടുത്ത് അതിന് ശേഷം ഞാൻ ഡോളോമൈറ്റ് ഇടുവാണ്. ഡോളോമൈറ്റ് അല്ലെങ്കിൽ കുമ്മായം, ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ മണ്ണിലിട്ടതിന് ശേഷം മാത്രമേ എന്ത് പച്ചക്കറിയാണേലും നമ്മൾ നടാൻ പാടുള്ളൂ. കാരണം മണ്ണ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അധികം ഫംഗസോ കാര്യങ്ങളോ ഒന്നും, മണ്ണിന് പുളിപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ പുതിയ പാക്കറ്റാട്ടോ. അപ്പോൾ ഞാൻ ആ പാക്കറ്റ് പൊട്ടിച്ച് പതുക്കെ ഇതിൻ്റെ റേറ്റ് ഞാൻ നോക്കിയിട്ട് പിന്നെ പറയാം. നമ്മുടെ എല്ലാ വളക്കടയിലും ഒക്കെ കിട്ടുന്ന കേട്ടോ. അപ്പം ഞാനത് കുറേശ്ശെ അതിലേക്ക്, ഡോളോമൈറ്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നടാം. കുമ്മായ ആണെങ്കിൽ 10 ദിവസം കഴിഞ്ഞേ നമുക്ക് നടാൻ പറ്റുള്ളൂ. ഡോളോമൈറ്റ് ആണെങ്കിൽ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ 10 ദിവസമൊന്നും വെയിറ്റ് ചെയ്യേണ്ട. അതിന് മുമ്പ് തന്നെ നമുക്ക് അതിൽ പച്ചക്കറിയൊക്കെ നട്ടു തുടങ്ങാം കേട്ടോ. അത് നമ്മൾ ചട്ടി നട്ടാലും നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മുടെ ചട്ടിയിലേക്ക് മണ്ണ് നമ്മൾ നടാനായിട്ട് നമ്മൾ പോട്ടിംഗ് മിക്സ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് കാരണം കുമ്മായല്ല, ഡോളോമൈറ്റ് ഞാൻ നന്നായിട്ട് ഇട്ട് മണ്ണ് കുറച്ച് ദിവസം അങ്ങനെ ഒരു 2, 3, 4 ദിവസം അങ്ങനെ കിടക്കുവാണെങ്കിൽ, നന്നായിട്ട് വെയിൽ കൊണ്ട് കിടക്കുവാണെങ്കിൽ നന്നായിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. കുമ്മായാണെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്തും നടാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് കുമ്മായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുമ്മായൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ചാണകപ്പൊടി അതിൻ്റെ പൊക്കത്തേക്ക് വെതറി ഇടുവാണ്. അപ്പോൾ ചാണകം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങി. അപ്പോൾ കുമ്മായം കൂടെ, ഇപ്പോൾ ചാണകം നമുക്ക് പശു ഉള്ളതുകൊണ്ട് ചാണകം ഇഷ്ടം പോലെയാണ്. നമ്മുടെ ആവശ്യത്തിന് ചാണകം, നമുക്ക് നല്ല ചാണകം, ഈ പുറത്തുനിന്നൊക്കെ ചില ചാണകം മേടിച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ചാക്ക് ചാണകത്തിന് 200 രൂപയായിരിക്കും. പക്ഷേ ആ ചാണകം മേടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കട്ട, നിലത്തിട്ടായിരിക്കുമല്ലോ അവർ ഉണക്കുന്നത്, അതുപോലെ അത് വെയിലത്തിട്ടായിരിക്കും അത് ഉണക്കുന്നത്. വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ ചാണകം ഒന്നിനും കൊള്ളത്തില്ല. അത് തണലത്തിട്ട് ഉണക്കി, തണലത്തിട്ട് ഉണക്കുന്നതും വെയിലത്തിട്ട് ഉണക്കുന്നതും രണ്ട് രീതി, നമുക്കത് കാണുമ്പോൾ അറിയാം. തണലത്തിട്ട് ഉണക്കുന്നതാണെങ്കിൽ നല്ല പുട്ട് പോലെ പൊടിഞ്ഞ് കിട്ടും ചാണകം. അതേസമയം അത് വെയിലത്തിട്ട് ഉണക്കുന്നതെങ്കിൽ അതിങ്ങനെ എന്താ പറയുക, ഈ കട്ട പോലെ കിടക്കും. അങ്ങനെയാണ് അത് കിടക്കണത്. അങ്ങനെ കിടക്കുന്ന ചാണകം ഒന്നിനും കൊള്ളത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ പുട്ടുപോലെ പൊടിയുന്ന ചാണകമാണെങ്കിൽ വളരെ നല്ല ചാണകമായിരിക്കും. അപ്പോൾ നമുക്കങ്ങനെ വെയിലത്തിട്ടല്ല നമ്മൾ ഉണക്കാറ്, തണലത്തിട്ട് കുറച്ച് മാറ്റി നമ്മുടെ ആവശ്യത്തിന് ഉണക്കി എടുത്ത് കഴിയുമ്പോഴത്തേനും കണ്ടില്ലേ, അത് കാണുമ്പോൾ അറിയാം. അപ്പോൾ അങ്ങനെ ഉണക്കി അതിൻ്റെ പൊക്കത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ചാണകമൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി തടം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചീര നടാമെന്നോർത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇനി ചീര നടാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.